സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. കോഴിക്കോട് ആശുപത്രിയിൽ മരിച്ച മലപ്പുറം മങ്കട സ്വദേശിനിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. പാലക്കാട് നാട്ടുകൽ സ്വദേശിനിക്കും നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 ജില്ലകളില് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് സമ്പർക്ക പട്ടികയിൽ 345 പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട അടൂരിലെ അനാഥാലയത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഗർഭിണിയായ സംഭവത്തിൽ നടത്തിപ്പുകാരി മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഗർഭിണിയായ പെൺകുട്ടിയെ പിന്നീട് നടത്തിപ്പുകാരിയുടെ മകൻ വിവാഹം കഴിച്ചെങ്കിലും പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായെന്ന പരാതിയിൽ അടൂർ പോലീസ് കേസെടുത്തിരുന്നു. മണിപ്പൂരിൽ വൻ ആയുധവേട്ട. പോലീസും അസം റൈഫിൾസും സൈന്യവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ 203 തോക്കുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി. ഇന്നലെയും ഇന്നുമായാണ് 4 മലയോര ജില്ലകളിൽ പരിശോധന നടത്തിയത്. പിടിച്ചെടുത്തവയിൽ AK സീരീസിലുള്ളതും 21 ഇൻസാസ് റൈഫിളുകളും. പരിശോധനകൾ തുടരുമെന്ന് പോലീസ് അറിയിച്ചു. പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിക്കുന്ന ബോളിവുഡ് ചിത്രം സർസമീന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. ആക്ഷൻ ത്രില്ലർ സ്വഭാവത്തിൽ കയോസ ഇറാനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് ഒരു പട്ടാള ഉദ്യോഗസ്ഥന്റെ വേഷമാണ് കൈകാര്യം ചെയ്യുന്നത്. സെയ്ഫ് അലി ഖാന്റെ മകൻ ഇബ്രാഹിം അലി ഖാൻ അരങ്ങേറ്റം നടത്തുന്ന ചിത്രത്തിൽ കാജോളാണ് പൃഥ്വിരാജിന്റെ നായികയാകുന്നത്. മലയാളത്തിലെ ഏറെ ശ്രദ്ധ നേടിയ നിർമ്മാണ കമ്പനികളിലെ ഒന്നായ ഭാവന സ്റ്റുഡിയോസിന്റെ 6ാമത്തെ ചിത്രം പ്രഖ്യാപിച്ചു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തന്, ഫഹദ് ഫാസില്, ശ്യാം പുഷ്കരന് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ ചിത്രമായ ബത്ലഹേം കുടുംബ യൂണിറ്റിയിൽ നിവിൻ പോളിയും മമിത ബൈജുവുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. പ്രേമലു സംവിധാനം ചെയ്ത ഗിരീഷ് എഡിയാണ് സംവിധായകൻ. ഇംഗ്ലണ്ടിനെതിരെ 2ാം ടെസ്റ്റിന്റെ 180 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ് നേടിയ ഇന്ത്യക്ക് 2ാം ഇന്നിംഗ്സിൽ ആദ്യ വിക്കറ്റ് നഷ്ടം. ബെർമിംഗ്ഹാമില് 3ാം ദിനം അവസാനിക്കുമ്പോൾ 1-64 എന്ന നിലയിലാണ് ഇന്ത്യ. യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ജോഷ് ടംഗിന്റെ പന്തില് വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു താരം. നിലവിലെ 244 റൺസിന്റെ ലീഡായി ഇന്ത്യക്ക്. നേരത്തെ ബെർമിംഗ്ഹാമിലെ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 587-നെതിരെ ഇംഗ്ലണ്ട് 407-ന് പുറത്താവുകയായിരുന്നു. ജാമി സ്മിത്ത്, ഹാരി ബ്രൂക്ക് എന്നിവരുടെ പ്രകടനമാണ് ഇംഗ്ലണ്ടിനെ മാന്യമായ സ്കോറിലേക്ക് നയിച്ചത്. ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് സിറാജ് 6ഉം ആകാശ്ദീപ് 4ഉം വിക്കറ്റ് വീഴ്ത്തി. ശുഭ്മാൻ ഗില്ലിന്റെ ഇരട്ട സെഞ്ചുറിയാണ് 1ാം ഇന്നിംഗ്സിലെ ഇന്ത്യയെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചിരുന്നത്.